ഒരു അതർ സ്റ്റേറ്റ് വാഹനത്തിൻ്റെ വിലയിൽ ഒറിജിനൽ കേരള ഫോർച്യൂണർ നിങ്ങൾക്ക് തന്നാലോ? അത് 2017 മോഡൽ 2 വീൽ ഓട്ടോമാറ്റിക്. ചെറിയ ഡൗൺ പേയ്മെൻറ്റൊക്കെ നിങ്ങൾക്ക് ഈ വാഹനം ഇറക്കി കൊണ്ടുപോകട്ടോ. വെറും 1.5 ലക്ഷം റുപ്യൊക്കെ ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ ഈ വാഹനം നിങ്ങൾക്ക് ഇറക്കി കൊണ്ടുപോകുക. സിംഗിൾ ഓൺഷിപ്പ് കിടക്കുന്ന വാഹനമാണ്. കിലോമീറ്റർ ഓടിയിൽ 2,83,000 കിലോമീറ്ററാണ്. ഏകദേശമൊക്കെ ഫുള്ള് കമ്പനി ഹിസ്റ്ററി അവൈലബിൾ ആണ്. മേജറായിട്ടുള്ള ആക്സിഡൻറ്റ്, ഫ്ലഡ്, മേജർ കംപ്ലൈൻറ്റുകളെല്ലാം തന്നെ നമുക്ക് 100% ഗ്യാരണ്ടി കൊടുക്കണം. 2017 മോഡൽ ഒറിജിനൽ കേരളക്ക് എന്തായാലും 30 ലക്ഷം റുപ്യേൻ്റെ മുകളിൽ കൊടുക്കേണ്ടി വരും. വെറും 27 ലക്ഷം റുപ്യക്കാണ് ഈ വാഹനം നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുന്നത്. അതും 1.5 ലക്ഷം റുപ്യ ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ ബാക്കി ഫുൾ ഫിനാൻസിട്ടാണ് ഈ വാഹനം കൊണ്ടുപോകാൻ കേട്ടോ. മേജറായിട്ടുള്ള ആക്സിഡൻറ്റ്, ഫ്ലഡ്, മേജർ കംപ്ലൈൻറ്റുകളെല്ലാം തന്നെ നമുക്ക് 100% ഗ്യാരണ്ടി കൊടുക്കാം. ആ ഫോർച്യൂണറിൽ ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്ന കളർ വൈറ്റ് അല്ലെങ്കിൽ ബ്ലാക്ക്, അതേപോലെ പർപ്പിൾ കളറിൽ. ഈ കളർ പ്രത്യേക ഭംഗി തന്നെയാണ് കേട്ടോ. അതിൻ്റെ ഫ്രണ്ടേജ്, ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ പക്ക കണ്ടീഷൻ തന്നെ പറഞ്ഞാൽ ഏതൊരു ഭാഗത്തും മേജർ ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് 100% ഗ്യാരണ്ടി കൊടുക്കാം. ഓവർ ടച്ചിങ് കാര്യങ്ങളൊന്നും ചെയ്തില്ലാത്ത അത്യാവശ്യം നല്ല ഹൈ ക്വാളിറ്റി തന്നെ അതിൻ്റെ ഇൻറ്റീരിയർ ഭാഗങ്ങളും എക്സ്റ്റീരിയർ ഭാഗങ്ങളൊക്കെ വരുന്നത് കേട്ടോ. ടയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു 60%, 70% ടയർ ഭാഗങ്ങൾ വരുന്നുണ്ട്. 23 ലക്ഷം IDVയിലെ പുതിയ ഇൻഷുറൻസ് ആണ് വരുന്നത് കേട്ടോ. ഇതിൻ്റെ ഫ്രണ്ടേജ്, ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തിയിലും നല്ല ക്വാളിറ്റിയിലാണ് വരുന്നത്. ഏതൊരു ഭാഗത്തും ചെറിയൊരു മൈന്യൂട്ട് സ്ക്രാച്ച് പോലും ഈ വാഹനത്തുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയില്ല എന്നുള്ള ഗ്യാരണ്ടിയാണ്. അതേപോലെ സൈഡ് ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തി തന്നെ സൈഡ് ബോഡി കാര്യങ്ങളൊക്കെ ഉള്ളത്. ഈ ഒരു സൈഡ് ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തി തന്നെ വരുന്നത്. ബൂട്ട് സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തി തന്നെ ഉള്ളത്. എല്ലാ ഭാഗങ്ങളും അത്യാവശ്യം നല്ല മൈൻറ്റെയിൻ ചെയ്തൊരു വാഹനം തന്നെ ഉണ്ടത്. നിങ്ങൾ കൊണ്ടുപോയിട്ട് ചെക്ക് ചെയ്തിട്ട് മേജർ ഇഷ്യൂസ് കാര്യങ്ങൾ എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് റിട്ടേൺ ചെയ്യാൻ ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. അതിൻ്റെ ബാക്ക് സൈഡൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തി തന്നെ അല്ലേ. ഓവർ ടച്ചിങ് കാര്യങ്ങളൊന്നും ഈ വാഹനത്തുമ്പോൾ നിങ്ങൾക്ക് ഏതൊരു ഭാഗത്തും കാണിച്ചു തരാൻ കഴിയില്ല. കമ്പനി പെയിൻറ്റിൻ്റെ കൂടുതലും വരുന്നത് കേട്ടോ. അതേപോലെ ഈ ഒരു സൈഡ് ബോഡി കാര്യങ്ങൾ നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ ഈ ഒരു സൈഡ് ബോഡി കാര്യങ്ങളൊക്കെ വരുന്നത്. അതേപോലെ ഇതിൻ്റെ ഇൻറ്റീരിയർ ഭാഗങ്ങളൊക്കെ അത്രയും നീറ്റിലാണ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത് കേട്ടോ. 2017 മോഡൽ 2,82,000 കിലോമീറ്റർ ഓടിയ വാഹനമാണെന്നുള്ളത് ഒരിക്കലും ഇതിൻ്റെ ഇൻറ്റീരിയർ ഭാഗങ്ങൾ കണ്ടാൽ പറയില്ല. ഒറിജിനൽ കമ്പനി ലെതർ സീറ്റ് കവർ തന്നെ ഉള്ളത്. സീറ്റ് കവേഴ്സും കാര്യങ്ങളൊന്നും ഇതുവരെ നമ്മൾ ചേഞ്ച് ചെയ്തിട്ടില്ല. ഡാഷ്ബോർഡ് കാര്യങ്ങളൊക്കെ പക്ക കണ്ടീഷനാണ് കേട്ടോ. അതേപോലെ റൂഫ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തി തന്നെ ഉള്ളത്. ഫുള്ള് കമ്പനി, ഏകദേശം ഫുള്ള് കമ്പനി ഹിസ്റ്ററിയുള്ളൊരു വാഹനം തന്നെയാണ്. ബാക്ക് സീറ്റ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ ബാക്ക് സീറ്റും വരുന്നത്. ഏതൊരു ഭാഗത്തും സീറ്റ് വൈസുമേ സ്ക്രാച്ച് കാര്യങ്ങളൊന്നും നിലവിലില്ല. ഇൻറ്റീരിയറൊക്കെ പക്ക കണ്ടീഷനാണ് കേട്ടോ. ടയർ ഭാഗങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഫ്രണ്ടേജ് ഒരു 80-90% ടയർ ഭാഗം വരുന്നുണ്ട്. ബാക്ക് ടയർ നോക്കുകയാണെങ്കിൽ ഒരു 60% വരുന്നുണ്ട്. അതേപോലെ ഇതിൻ്റെ എൻജിൻ സൈഡൊക്കെ നോക്കുകയാണെങ്കിൽ മേജറായിട്ടുള്ള തട്ടുമുട്ട് കാര്യങ്ങളൊന്നും ഏതൊരു ഭാഗത്തും നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയില്ല. മേജറായിട്ടുള്ള തട്ടുമുട്ട് കാര്യങ്ങളൊന്നും ഏതൊരു ഭാഗത്തുനിന്ന് ഈ വാഹനത്തിന് കാണിച്ചു തരാൻ കഴിയില്ല. അപ്പുറോൻ്റെ സൈഡോ അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്ത് ചേസ് ഭാഗത്തോ ഏതൊരു ഭാഗത്തും ആക്സിഡൻറ്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നും കാണിക്കാൻ കഴിയില്ല. പുതിയ ബാറ്ററിയാണ് വരുന്നത്, പുതിയ ഇൻഷുറൻസാണ് വരുന്നത് കേട്ടോ. എൻജിനൊക്കെ നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാം. ഇതിൻ്റെ നമ്മൾ ഹിസ്റ്ററിയിൽ ഇതിൻ്റെ ഫ്രണ്ട് ഹെഡ്ലൈറ്റ് മാറിയിട്ടുണ്ട്. ഈ ഒരു ഫെൻഡർ മാറിയിട്ടുണ്ട്. ഈ ഒരു റേഡിയേറ്ററിൻ്റെ ഈ ഭാഗത്ത് വരുന്ന ഒരു ഗ്രില്ലും മാറിയിട്ടുണ്ട്. മേജറായിട്ടുള്ള തട്ടുമുട്ട് കാര്യങ്ങളൊന്നും മുൻഭാഗത്തോ ഏതൊരു ഭാഗത്തും ഇല്ല. നിങ്ങൾക്ക് കൊണ്ടുപോയി ചെക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ എടുത്താൽ മതി. അതൊക്കെ നമ്മൾ ഗ്യാരണ്ടി തരാം. മേജർ ആക്സിഡൻറ്റ്, ഫ്ലഡ് കാര്യങ്ങളൊക്കെ നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാം കേട്ടോ. അതേപോലെ ഇതിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ ഭാഗം നോക്കുകയാണെങ്കിൽ പക്ക കണ്ടീഷൻ തന്നെയാണ്. എല്ലാ ഓപ്ഷനും വർക്കിംഗ് ആണ്. സൈഡ് പ്രൊഫൈലിൽ നിന്നൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ നല്ല വൃത്തി തന്നെ വണ്ടി കാണിക്കുക കേട്ടോ. ബാക്ക് സൈഡൊക്കെ കാണിച്ചു കഴിഞ്ഞു. ബാക്ക് സൈഡൊക്കെ പക്ക കണ്ടീഷനാണ്. അപ്പോൾ നിങ്ങളൊരു IT ഫയൽ ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിലേ ഫുള്ള് ലോണും കിട്ടും കേട്ടോ. ഈ വാഹനത്തിന് നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രൈസ് 27 ലക്ഷം രൂപയാണ്. ഫൈനൽ റേറ്റാണ്, ഫിക്സ്ഡ് റേറ്റാണ്. അപ്പോൾ നിങ്ങളൊരു IT ഫയൽ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ വാഹനത്തുമ്പോൾ ഫുള്ള് ലോണും കിട്ടും കേട്ടോ. ഈ വാഹനത്തിന് നമ്മൾ പ്രൈസ് ഉദ്ദേശിക്കുന്നത് വെറും 27 ലക്ഷം രൂപയാണ്. ഫിക്സ്ഡ് റേറ്റ് ആണ് കേട്ടോ. ആവശ്യക്കാരുണ്ടെങ്കിൽ ഇതിൻ്റെ ഫുള്ള് ഡീറ്റെയിൽ കണ്ടിട്ട് വിളിച്ചോളിയും. നമ്മുടെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം നിലമ്പൂർ കൂറ്റമ്പാറ എന്ന സ്ഥലത്താണ്. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാൻ മറക്കരുത്.